ഹായ്, ഞങ്ങൾ ഇന്ന് മരുന്നുമൂട് വരെ പോകട്ടോ. മരുന്നുമൂട് പള്ളി വരെ പോവാണ്. അപ്പോൾ ഞാനും അച്ചാച്ചനും അമ്മയോടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടുപോകാം. വീട്ടിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ തൊട്ട് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ സമയം തൊട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ വടശ്ശേരിക്കര, അവിടുന്ന് നേരെ പത്തനംതിട്ട, അവിടുന്ന് അടൂര്, മരുതുമൂട്, അങ്ങനെയാണ് പോകുന്ന റൂട്ടേ. ഞങ്ങളുടെ പ്ലേസ് വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. വടശ്ശേരിക്കര പേഴുമ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. ഇത് നിങ്ങൾ കണ്ടോ, ഒരു താജ്മഹലിൻ്റെ ഷേപ്പിൽ സെറ്റ് ഇട്ടേക്കുന്നുണ്ടോ? ഇവിടെ ഒരു പത്തനംതിട്ട ഒരു ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട സിറ്റിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഇനി നേരെ അടൂരിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ തൊട്ടു മുമ്പിൽ കാണുന്നത് പത്തനംതിട്ടയിലെ ഒരു കത്തീഡ്രൽ പള്ളിയാണ്, ഒരു വലിയ പള്ളിയാണ് നിങ്ങളിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ അടൂർ റോഡിൽ നിന്ന് നേരെ മരുതുമൂടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ ട്രാഫിക്കോ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം ഇപ്പോൾ നമ്മൾ വരുന്ന ഒരു ഉച്ച സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടികളൊക്കെ തീരെ കുറവാണ് കേട്ടോ. പിന്നെ നല്ല റോഡാണ് കേട്ടോ. വലിയ കട്ടറോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല പുതിയ റോഡാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ നൈസായിട്ട് പോകാൻ പറ്റിയ റോഡാണ് കേട്ടോ. ഇനിയിപ്പോൾ 1-2 കിലോമീറ്ററോടെ ഉള്ളൂ, ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ മരുതുമൂട് പള്ളിയിലെത്തിയിട്ടുണ്ടേ. അവരങ്ങോട്ട് വെളിയോട്ട് ഇറങ്ങി. ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾ പള്ളിയിലോട്ട് കയറി പോകണം. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. പള്ളിയിലോട്ട് കയറി പോകുമ്പം താഴെ റോഡിലായിട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അമ്മ ഒരു കടയിൽ കയറി. അമ്മയ്ക്കൊരു കുറച്ച് മെഴുകുതിരിയും അതുപോലെ ഒരു രൂപമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ കടയിൽ കയറി. അപ്പോൾ കയറിയ സമയത്ത് തന്നെ പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം അതൊരു കുട വെച്ചുള്ള സെറ്റപ്പാണ് ആ കട. അപ്പം ഞങ്ങൾ മഴ നനയാതെ ആ കുടക്കീഴിൽ കയറിയിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ മഴയൊന്ന് തോർന്നപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നേരെ കയറാൻ തീരുമാനിച്ചു. ഇതാണ് മരുതുമൂട് പള്ളി കേട്ടോ, യൂദാസ്ലീഹയുടെ പള്ളിയാണ്. അപ്പോൾ ഇനി നേരെ നമ്മൾ പള്ളിയിലോട്ട് കയറുകയാണ്. കയറുമ്പോൾ തന്നെ ആദ്യമേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുരിശുമൂടാണ്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് യൂദാസ്ലീഹയുടെ വലിയൊരു രൂപവും നമുക്ക് കാണാൻ പറ്റും. താഴെ ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ മുകളിലേക്ക് കയറി പള്ളിക്കകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് മരുതുമൂട് പള്ളിയുടെ ഉൾഭാഗം. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു നേരം ഞങ്ങൾ പള്ളിയുടെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. കുറച്ചു നേരം വരാന്തയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വാങ്ങിച്ച തിരികൾ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടുള്ള ഇതുപോലെ തിരി കത്തിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നമ്മൾ കത്തിച്ചു. പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ് കേട്ടോ. സാധാരണ നമ്മൾ നോർമലി എല്ലാ വേക്കും രാവിലെയാണ് വരുന്നത്. അപ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് വന്നുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. അച്ചാച്ചനും അമ്മയും പിന്നെ നേരെ പോയത് താഴത്തെ കടകളിലോട്ടാണ്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ഇവിടുന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് പോവാറ്. 2 പേർക്കും ഷുഗറിൻ്റെ അസുഖമുള്ളതാണ്. എന്നിട്ട് 2 പേരും എടുക്കുന്നതെല്ലാം മധുരമുള്ള ഐറ്റംസ് തന്നെയാണ്. കണ്ടില്ല, അച്ചാച്ചനൊക്കെ കപ്പലിൻ്റെ മുട്ടയാണ് ആദ്യമേ എടുത്തിരിക്കുന്നത്. പിന്നെ 30-40 റേഞ്ചിലാണ് ഇവിടുത്തെ പലഹാരങ്ങൾക്കെല്ലാം പ്രൈസ് വരുന്നത് കേട്ടോ. ഏതെടുത്താലും 30-40 ഒക്കെയാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത്. പലഹാരങ്ങളെല്ലാം ഈ കടയിൽ കിട്ടും കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. അച്ചപ്പം, കുഴലപ്പം, മിച്ചർ, പിന്നെ പേരറിയാത്ത കുറേ അപ്പങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. എന്തായാലും കുറേ ഐറ്റംസ് ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചു. എല്ലാം പാക്ക് ചെയ്ത് ബില്ലും കൊടുത്ത് ഞാൻ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. വണ്ടി തിരിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഇവരെയും കൂട്ടി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പച്ചക്കറി, മീൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് ചെന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.